അപകട ഭീഷണിയായി കുത്താമ്പുള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പഴയ കെട്ടിടം പൊളിച്ചു നീക്കാൻ നടപടിയില്ലാതെ അധികൃതർ. ബാനർ തൂക്കിയാൽ അപകടം മാറുമോ എന്ന് നാട്ടുകാർ. കുത്താമ്പുള്ളിയിൽ പുതിയ കെട്ടിടത്തിലേക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം മാറ്റിയതോടെ വർഷങ്ങൾ പഴക്കമുള്ള പഴയ കെട്ടിടം നിലംപൊത്താറായ അവസ്ഥയിൽ ജനങ്ങൾക്ക് വൻ ഭീഷണിയാകുന്നു. കെട്ടിടം അത്യന്തം അപകടാവസ്ഥയിലാണെന്ന് കാണിച്ച് അധികൃതർ വെറുമൊരു ബാനർ മാത്രം എഴുതി തൂക്കി കൈ കഴുകിയതിനെതിരെ പ്രദേശത്ത് പരക്കെ പ്രതിഷേധം ഉയരുകയാണ്. ഒരു ബാനർ കെട്ടിത്തൂക്കിയാൽ കെട്ടിടത്തിന്റെ അപകടാവസ്ഥ ഇല്ലാതാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ പൊതുജനങ്ങളിൽ നിന്നും ഉയരുന്നത്. നിലവിൽ ഈ കെട്ടിടം തകർന്നു വീണാൽ അത് തൊട്ടടുത്തുള്ള ഗവൺമെന്റ് UP സ്കൂളിനെയോ അല്ലെങ്കിൽ കോടികൾ മുടക്കി നിർമ്മിച്ച പുതിയ ആശുപത്രി കെട്ടിടത്തെയോ തകർക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ നിരവധി വാഹനങ്ങളും കാൽനട യാത്രക്കാരും നിത്യേന കടന്നുപോകുന്ന പ്രധാന റോഡിനെ അഭിമുഖമായാണ് ഈ പഴയ കെട്ടിടം നിൽക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ കെട്ടിടം റോഡിലേക്ക് തകർന്നു വീണാൽ വലിയൊരു ദുരന്തത്തിനാവും വഴിവെക്കുക. മഴക്കാലം ശക്തമായതോടെ കെട്ടിടത്തിന്റെ തകർച്ചാ ഭീതി ഇരട്ടിയായിട്ടുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്തു തന്നെ ഈ അപകടാവസ്ഥയിലായ കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള പ്രാഥമിക നടപടികൾ ആരംഭിച്ചിരുന്നതാണ്. എന്നാൽ തുടർന്ന് വന്ന തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ പേര് പറഞ്ഞ് നടപടികൾ പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടുകയായിരുന്നു. പുതിയ ഭരണസമിതി വന്നിട്ടും മാസങ്ങൾ കഴിഞ്ഞിട്ടും പൊതുജനങ്ങളുടെ ജീവന് ഭീഷണിയായ ഈ കെട്ടിടം പൊളിച്ചുമാറ്റാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാത്തത് കടുത്ത അനാസ്ഥയാണെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. പൊതുജനങ്ങളുടെയും സ്കൂൾ കുട്ടികളുടെയും ജീവന് ഭീഷണിയായ ഈ പഴയ കെട്ടിടം ഒട്ടും വൈകാതെ തന്നെ പൊളിച്ചു നീക്കാനുള്ള നടപടികൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ആരോഗ്യ വകുപ്പും സ്വീകരിക്കണമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരുവല്ലാമല മണ്ഡലം പ്രസിഡന്റ് M. ഉദയൻ, ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KG സന്തോഷ് എന്നിവർ സംയുക്തമായി ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം ശക്തമായ ജനകീയ പ്രക്ഷോഭ പരിപാടികളിലേക്ക് നീങ്ങുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രമാണ് കുത്താമ്പള്ളിയിലെ കുടുംബാരോഗ്യ കേന്ദ്രം. കുത്താമ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രം കുറെ കാലങ്ങളായി ഉണ്ടായിരുന്ന കെട്ടിടം നാശാവസ്ഥയിലാവുകയും PWDയുടെ സിവിൽ വിങ് അത് അൺഫിറ്റ് ആണെന്ന് വിധിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിന്റെയും മറ്റു സഹായത്തോടെ പുതിയ കെട്ടിടം നിലവിൽ വന്നു. പുതിയ സംവിധാനങ്ങളൊക്കെ പുതിയ ബിൽഡിങ്ങിനുള്ളിലേക്ക് മാറുകയും ചെയ്തു. പഴയ കെട്ടിടം പൊളിച്ചു മാറ്റപ്പെടേണ്ട അവസ്ഥയിലാണ്. കഴിഞ്ഞ ഒരു വർഷമായി ഏതാണ്ട് പുതിയ കെട്ടിടത്തിലേക്ക് പുതിയ സംവിധാനങ്ങളായി. അപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിനാലാണ് പഴയ കെട്ടിടം പൊളിച്ചു മാറ്റാൻ കഴിയാതെ വന്നത്. ആ പഴയ കെട്ടിടം നാശാവസ്ഥയിലാണ്. ഏതു സമയവും അത് നിലംപതിക്കാവുന്ന അവസ്ഥയിലാണ്. വലിയ അപകടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒന്നുമില്ലെങ്കിൽ അത് പുതിയ കെട്ടിടത്തിന് മുകളിലേക്ക് മറഞ്ഞു വീഴും. അതല്ലെങ്കിൽ PWD റോഡാണ് തൊട്ടടുത്ത് തന്നെ സ്കൂളുകളുണ്ട്. അവിടെ കെട്ടിടം പൊളിഞ്ഞു വീണാൽ ഒരുപക്ഷെ വലിയ അപകടങ്ങൾ ഉണ്ടാവാം. ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി അത് മാറിയിരിക്കുകയാണ്. അതിനുള്ളിൽ എപ്പോഴും ആളുകൾ കയറിയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് എസ്റ്റിമേറ്റ് എടുത്ത് വാല്യൂഷൻ എടുത്ത് ടെൻഡർ നടപടി പൂർത്തീകരിച്ചത് പൊളിച്ചു മാറ്റാനുള്ള നടപടികൾ ചെയ്തിട്ടില്ലെങ്കിൽ വലിയ അപകടം നമുക്ക് കാണേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് പുതിയ കെട്ടിടത്തിന് തന്നെ ദോഷമാകുന്ന സ്ഥിതിയിലേക്ക് മാറും. അതോടൊപ്പം തന്നെ കുത്താമ്പള്ളിയെ സംബന്ധിച്ച് പാർക്കിങ്ങിന് സ്ഥലമില്ലാത്ത ഒരു വലിയ സാഹചര്യം നിലനിൽക്കുകയാണ്. നിരവധി വാഹനങ്ങൾ കുത്താമ്പള്ളിയിലേക്ക് വരുന്നു. അവർക്കൊക്കെ പാർക്കിംഗ് സൗകര്യങ്ങളില്ലാത്ത ഒരവസ്ഥ നിലനിൽക്കുകയാണ്. ഈ കെട്ടിടം പൊളിച്ചു മാറ്റിയാൽ കുത്താമ്പള്ളിയുടെ ഹൃദയഭാഗത്ത് നമുക്ക് പാർക്കിംഗ് സ്പേസ് അല്ലെങ്കിൽ ഒരു ഗാർഡൻ അല്ലെങ്കിൽ ഒരു ഉദ്യാനം ഉണ്ടാക്കാനുള്ള സ്ഥലം ലഭിക്കുകയാണ്. ആരോഗ്യ വകുപ്പുമായി ചേർന്നുകൊണ്ട് അത്തരം നടപടികളും അത്തരം പദ്ധതികളും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പുതിയ പദ്ധതി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ കാലവർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ നടപടികൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ ഈ കാലവർഷക്കാലത്ത് അത് തകർന്നു വീഴാനുള്ള സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി അറിയിക്കുകയാണ്. വലിയൊരു അപകടം സംഭവിച്ചതിന് ശേഷം മാത്രം കണ്ണു തുറക്കുന്ന അധികാരികളുടെ പതിവ് ശൈലി ഇവിടെ ആവർത്തിക്കരുതെന്നും എത്രയും വേഗം ഈ മരണക്കെണി ഒഴിവാക്കണമെന്നുമാണ് കുത്താമ്പുള്ളിയിലെ ജനങ്ങൾക്ക് പറയാനുള്ളത്.